Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖമായിരിക്കുന്നു. മാമിന് സുഖമാണോ? ഹലോ. ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ട് PG യിലേക്ക് നമ്മള് കാലെടുത്ത് വയ്ക്കാൻ പോണേല്ലേ? ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. കുറച്ചുണ്ട്. ഓക്കെ. നമ്മളിപ്പോ ബാച്ചുകൾ എന്ന് പറയുന്നത് 14, 15, 16. 16ാമത്തെ ബാച്ചിലാണ് കുട്ടികളെ മിസ്സിനെ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? 16th ബാച്ചിലാണ് കുട്ടികള് 14 and 15 അറിയാൻ പറ്റും അല്ലെ? ഓർക്കുന്നുണ്ടോ? 14 and 15 ഉണ്ട്. അറിയാം. ഓക്കെ. 16th ബാച്ചിലെ പിള്ളേരുണ്ടോ? ജോയിൻ ആയിട്ടുണ്ടോ? ആവണി മാത്രമേ ഉള്ളോ? ഓക്കെ. 2 കുട്ടികളുണ്ടല്ലേ? കുറച്ച് പേരുണ്ട്. എന്റെ പേര് മിൽജോസ്. മിൽമിസ് എന്ന് വിളിച്ചാൽ മതി. വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും മിൽമിസ് എന്ന് വിളിച്ചാലും മതി. ഓക്കെ. അപ്പോ നമ്മള് ഐശ്വര്യമായിട്ട് നമ്മുടെ PG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ചെയ്യാം. ഓക്കെ. ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. നിങ്ങള് വിശ്വസിക്കുന്ന ദൈവത്തിന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. PGയുടെ മൊഡ്യൂൾസ് എത്ര ഉണ്ടെന്ന് അറിയോ? PGയുടെ മൊഡ്യൂൾസ് 3 മൊഡ്യൂൾസ് ആണുള്ളത്. 3 മൊഡ്യൂൾസ് ആണുള്ളത് അല്ലെ? അപ്പൊ 5th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ചാപ്റ്റർ 1 ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ. നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടല്ലേ ഹോസ്പിറ്റലിനെ കുറിച്ച്? ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? എന്താ പഠിച്ചത് ഇൻട്രൊഡക്ഷനിൽ? ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഓർക്കുന്നുണ്ടോ? ഓക്കെ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ എന്നിട്ട് നമുക്ക് ഈ കൺസെപ്റ്റിലോട്ട് പോവാം. ഇവല്യൂഷൻ ഓഫ് ഹോസ്പിറ്റൽ. നമ്മളൊരു വാക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ലാറ്റിൻ നൗണായ ഹോസ്പിറ്റലിൽ നിന്നാണ് ഏതൊക്കെ വേർഡ്സുകൾ വന്നത്? ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോസ്പൈസ്, ഹോട്ടൽസ് ഒക്കെ വന്നിരിക്കുന്നത് അല്ലെ? ആ ലാറ്റിൻ നൗണായ ഹോസ്പിസിന്റെ മീനിങ് എന്തായിരുന്നു? ഗസ്റ്റ് അല്ലെങ്കിൽ എന്ത് പറയാം, വിസിറ്റർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെന്താണ്, പിന്നെ ഒരു ഗ്രാജുവൽ ഇവല്യൂഷൻ ഉണ്ടായി അല്ലെ? ഗ്രാജുവൽ ഇവല്യൂഷൻ വന്നു. അതായത് 19th and 18th സെഞ്ചുറീസില് ഹോസ്പിറ്റലുകളിൽ ഒരു ഗ്രാജുവൽ ഇവല്യൂഷൻ അല്ലെ ഇവല്യൂഷൻ സംഭവിച്ചു. ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വേൾഡിലെ ഹോസ്പിറ്റലുകളില് 50 വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്ന രീതികള്, അതുപോലെ തന്നെ കൺസെപ്റ്റുകള്, ഐഡിയാസുകള്, ഇതൊക്കെ എന്താണ്? ഇപ്പൊ പണ്ടത്തെ കാലത്തുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സാ കേന്ദ്രം മാത്രമായി. അപ്പൊ അങ്ങനെയുള്ള ഈ പുരാതനമായിട്ടുള്ള രീതികള് മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഗ്രാജുവൽ ഇവല്യൂഷനാണ് ഉണ്ടായത്. പുതിയ രീതികൾ വന്നു, പുതിയ ഐഡിയാസുകള്, പുതിയ കണ്ടുപിടുത്തങ്ങള്, പുതിയ കൺസെപ്റ്റുകള് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ അല്ലെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനായിട്ട് തുടങ്ങി അല്ലെ? അതാണ് ഗ്രാജുവൽ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ.
ഇനി അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗശമനത്തിന് വേണ്ടിയുള്ള സെന്റേഴ്സ് മാത്രമല്ല, ആരോഗ്യ പരിചരണത്തിനുള്ള സ്റ്റേബിളായിട്ടുള്ള സെന്റേഴ്സുകളായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള ചികിത്സ കൊടുക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. പുതിയ പുതിയ കേസുകൾ നമുക്ക് ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ പോപ്പുലേഷൻ അല്ലെങ്കിൽ പൊതുജനങ്ങളായാലും എന്താണ് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകളിൽ പോകാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? നല്ല രീതിയിലുള്ള കെയറിങ് പേഷ്യൻസിനെ എടുക്കണം. അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു മുഖ്യ ഘടകമാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങളായാലും അവർക്ക് ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ല രീതിയിലുള്ള കെയറിങ്, നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ്, നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ കിട്ടുന്ന ഹോസ്പിറ്റലുകളിൽ പോകാനായിട്ടാണ് അവരും ആഗ്രഹിക്കുന്നത്. പിന്നെന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന പുതിയ പുതിയ എന്താണ് മെഡിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് മാത്രമല്ല, അതെന്താണ് പിന്നെ എന്താണ് പ്രിവെന്റീവ് ആയിട്ടുള്ളത്, പ്രതിരോധാത്മകമായിട്ടുള്ളതും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സർവീസുകൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനായിട്ട് തുടങ്ങി അല്ലെ. ഞാൻ ഈ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലെ കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് ഓർമ്മ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്? ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മള് ഡെഫിനേഷൻ പഠിച്ചിരുന്നു അല്ലെ. 3 തരത്തിലുള്ള ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് ഫസ്റ്റ് ഡെഫിനേഷൻ വായിക്കാം. ഹോസ്പിറ്റൽ ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽനെസ് ഓർ ഇൻജുർഡ് പീപ്പിൾ. എന്താണ്? പരിക്കേറ്റ ആളുകൾ അല്ലെ, അല്ലെങ്കിൽ എന്താണ് മുറിവേറ്റ രോഗബാധിതർക്കായാലും പരിക്കേറ്റ ആൾക്കായാലും എന്താണ് നഴ്സിംഗ് കെയർ, സർജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ കെയർ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. ഈ രണ്ടാമതായിട്ട് ഡെഫിനേഷൻ പറയുന്നുണ്ട്, ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ that make use of physicians, surgeons and a team of technical staff in order to provide facilities for diagnosis, therapy, rehabilitation, prevention, education and research. എന്താ പറയുന്നത്? ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് അല്ലെ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവിടെ ആരൊക്കെ യൂസ് ചെയ്യുന്നത്? ഫിസിഷ്യൻസിനെ, സർജൻസിനെ, അതുപോലെ തന്നെ ടെക്നിക്കൽ സ്റ്റാഫിനെയും ഇങ്ങനെയുള്ള എല്ലാ സ്റ്റാഫിനെയും യൂസ് ചെയ്തുകൊണ്ട് എന്താണ് രോഗം നിർണയിച്ച്, അതുപോലെ തന്നെ തെറാപ്പി എന്ന് പറഞ്ഞാൽ രോഗ ചികിത്സകൾ കൊടുക്കാനായിട്ടും, റീഹാബിലിറ്റേഷൻ സർവീസുകൾ പുനർജീവിതത്തിലേക്ക് നോർമൽ ലൈഫിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള സർവീസുകള്, പ്രതിരോധാത്മകമായിട്ടുള്ള എഡ്യൂക്കേഷൻ, റിസർച്ചുകൾ, അങ്ങനെ പലതരത്തിലുള്ള സർവീസുകളാണ് ഹോസ്പിറ്റലുകളിൽ നൽകുന്നത്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? WHO ഒരു ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? WHO എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫുൾ ഫോം എന്താ? എന്താ പഠിച്ചേ? WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വെരി ഗുഡ്. അപ്പൊ അവര് 1957 ഒരു ഡെഫിനേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. വായിക്കാം. ഹോസ്പിറ്റൽ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. The function of which is to provide for the population complete health care, both curative and preventive, and whose outpatient services reach out to the family and its home environment. And the hospital is also centered for training of health workers and biosocial research. എന്താണ് ഇതിൽ പറയുന്നത്? ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതാണ് മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്, പ്രധാനപ്പെട്ട പാർട്ടാണ്. അതുപോലെ തന്നെ എന്താണ് അവിടെ പോപ്പുലേഷൻ അല്ലെ, പൊതുജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. ക്രിയേറ്റീവ് ആയിട്ടുള്ളതും പ്രതിരോധാത്മകമായിട്ടുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു കെയർ ആണ് പോപ്പുലേഷന്, പൊതുജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫാമിലിക്ക്, പേഷ്യൻസിന്റെ ഫാമിലിക്ക് ആയാലും പേഷ്യൻസിനായാലും എന്താണ് നല്ല രീതിയിലുള്ള ഒരു ഔട്ട് പേഷ്യന്റ് സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഈ എന്താണ് ഹെൽത്ത് വർക്കേഴ്സിനും അതുപോലെ തന്നെ ഈ ബയോമെഡിക്കൽ റിസർച്ച് ചെയ്യുന്നവരാണ് ബയോ റിസർച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്കും എന്താണ് നല്ലൊരു അവരുടെ ഇടയിൽ ഹെൽത്ത് വർക്കേഴ്സിന്റെ ഇടയിലും അതുപോലെ തന്നെ ബയോ സോഷ്യൽ റിസർച്ച് അവരുടെ ഇടയിലും ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ട് ഹോസ്പിറ്റല് വർദ്ധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചിരുന്നത് അല്ലെ. ഓക്കെ, ഓർമ്മ വന്നോ? ഞാൻ ഡിസ്കസ് ചെയ്തപ്പോ ഓക്കെ. ഈ നമ്മുടെ PG-യിലെ ചാപ്റ്ററിലോട്ട് വരാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയോ? PG-യുടെ ഉണ്ടോ ടെക്സ്റ്റ്? ഓക്കെ, കുറച്ചു പേരുടെ കയ്യിലൊന്നും ഇല്ലല്ലേ? കുറച്ചു പേരുടെ കയ്യിലുണ്ട്. സാറില്ല. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ. എന്തായിരിക്കാം ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാലും? എന്തായിരിക്കാം മീനിങ്? ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ നിങ്ങള്? അവിടെ എന്തൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാം? ഒരു ചിത്രം, ഒരു പിക്ചർ നമ്മൾ കാണുന്നുണ്ടല്ലേ അവിടെ? ഹോസ്പിറ്റലിന്റെ ഒരു എംബ്ലം അല്ലെ? നമ്മൾ ആംബുലൻസിലൊക്കെ കാണുന്നത് പഠിച്ചിട്ടില്ലേ നമ്മള്? പിന്നെന്താ ഹോസ്പിറ്റലിന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആംബുലൻസ് അവിടെ കിടക്കുന്നുണ്ട് അല്ലെ? അതിന്റെ പിക്ചർ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്തായിരിക്കാം ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്? വിലയിരുത്തല്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഒരു അടിസ്ഥാന, ബേസിക് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ അല്ലെ? ആശയങ്ങള് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ചാപ്റ്റർ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. സിമ്പിൾ ആണ്. തുടർന്ന് പോകുമ്പോഴാണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂൾ 5-ലൊക്കെ ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ എളുപ്പമാണ് കേട്ടോ. ബാക്കിയുള്ള ടീച്ചേഴ്സ് എടുക്കുന്നത് എനിക്ക് അറിയില്ല. ഞാൻ എടുക്കുന്നത് എളുപ്പമാണ്, കുഴപ്പമില്ല. പഠിച്ചെടുക്കാം. നമ്മള് ഡിപ്ലോമയിൽ പഠിച്ച കാര്യങ്ങള്, ആയുർവേദ, നമ്മള് ഹെൽത്ത് കെയർ സിസ്റ്റം ഒക്കെ പഠിച്ചില്ലേ? അതിലെ കാര്യങ്ങളൊക്കെയാണ് ഇനി നെക്സ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ കുഴപ്പമില്ല. ഓക്കെ, ചാപ്റ്റർ 1 നമുക്ക് തുടങ്ങാം. ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ അടിസ്ഥാന ആശയങ്ങൾ. A hospital can be technically termed as an institution curing various illnesses. നമുക്കറിയാം ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് termed as an institution curing various illnesses അല്ലെ? ഫസ്റ്റ് ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ്? പലതരത്തിലുള്ള രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ? നമുക്കറിയാം പല രോഗങ്ങളും നമ്മളിപ്പോ ചെറുതും വലുതുമായിട്ട് അസുഖങ്ങളായിട്ട് ചെന്ന് കഴിഞ്ഞാലും ഇത് ചെറുതാണ്, ഒന്ന് പൊക്കോളൂ, കുഴപ്പമില്ല, ഇത് മാറിക്കോളൂ എന്ന് പറഞ്ഞവര് വിടാറുണ്ടോ? പറഞ്ഞയക്കാറുണ്ടോ നമ്മളെ? ഇല്ലല്ലേ? ചെയ്യാറുണ്ടോ? ഇല്ല. ഏതൊരു ചെറിയ അസുഖം വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും നമ്മളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നവരാണ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നവർ അല്ലെ? ഡോക്ടേഴ്സ് ആയി കഴിഞ്ഞാലും നഴ്സുമാരായാലും സ്റ്റാഫുകളായാലും അവരെന്താണ് നല്ല രീതിയിൽ നമ്മളെ കെയർ ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത്? ടെക്നിക്കലി പറയുകയാണെങ്കിൽ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ? നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് ടെക്നീഷ്യനിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ പല രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല്. Whereas practically it can be termed as a service industry which offers a
galaxy of service to the society. ഇനി വേറൊരു തരത്തില് പ്രാക്ടിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ കൊടുക്കുന്നത് ഒരു സർവീസ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ? ഇല്ലേ? പറയാൻ പറ്റോ? പറയാറുണ്ട് നമ്മള് അല്ലെ? ഹോസ്പിറ്റലുകാര് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്താണ്? ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സർവീസ് ആണെന്ന് പറയാം അല്ലെ? ഒരു സർവീസ് ആണ്, സർവീസ് വ്യവസായമാണ് അവിടെ നടത്തുന്നത് അല്ലെ? Which offers a galaxy of service to the society. Galaxy എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്. അവിടെ എഴുതി വെക്കാം കേട്ടോ, അറിയാത്തവർ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഗാലക്സി എന്ന് പറഞ്ഞാൽ കൂട്ടം അല്ലെങ്കിൽ ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് സർവീസും പൊതുജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ് ആണ്, സർവീസ് വ്യവസായമാണ്. അതുപോലെ തന്നെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പലതരത്തിലുള്ള രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല്. അതുപോലെ പറയുകയാണെങ്കിൽ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ എന്താണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റും അല്ലെ? സർവീസ് വ്യവസായമാണ് അവിടെ നൽകുന്നത്. അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്നത് എന്താണ്? ഓഫേഴ്സ് galaxy of services to the society. Hospitals offer a wide range of services അല്ലെ? ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്നുണ്ട് വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് ആണ്. നമുക്കറിയാം എന്താണ്? പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് സർവീസസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോ എന്താണ്? റീഹാബിലിറ്റേറ്റീവ് സർവീസസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? സർജിക്കൽ സർവീസസ്. അതുപോലെ തന്നെ ഇപ്പൊ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്, രോഗത്തെ നിർണ്ണയിക്കാൻ വലുതും ചെറുതുമായിട്ടുള്ള രോഗങ്ങളെ നിർണ്ണയിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങള് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സർജറി അല്ലെ? വലുതും ചെറുതുമായിട്ടുള്ള സർജറികൾ നമ്മൾ ഏത് ഒരു കുരു കയറാൻ ചെന്നിട്ടുണ്ടെങ്കിലും എന്താണ്? നല്ല രീതിയിൽ അവര് കെയർ ചെയ്തിട്ട് ഓരോ കാര്യങ്ങളിലും നമുക്കറിയാം. ഒരു ചിലപ്പോൾ ചെറിയൊരു ഗുരുവായിരിക്കാം, എന്നാലും അവര് പറയും അല്ലെ? പല ടെസ്റ്റുകളും നമുക്ക് നടത്താറുണ്ട്. ബ്ലഡ് ടെസ്റ്റ്, ECG, അങ്ങനെയുള്ള പല ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് ഈ കുരു പോലും കീറുന്നത് അല്ലെ? അപ്പൊ എന്താണ്? നല്ല രീതിയിലുള്ള സർവീസ് കാര്യങ്ങളാണ്, അങ്ങനെയുള്ള സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സർവീസസ്. ഇപ്പൊ സ്ട്രോക്ക് വന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡ് മൊത്തം തളർന്നു കിടക്കുന്ന ആളാണെങ്കിൽ എന്താണ്? അവരെ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് തക്ക രീതിയിലായിട്ടുള്ള പ്രാക്ടീസുകളും കാര്യങ്ങളും എക്സസൈസുകളും അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് എന്താണ്? വൈഡ് റേഞ്ച് ഓഫ് സർവീസ് ആണ് ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്നത്. Service has the different meaning according to the person who thought about that. Actually, a service is defined as an act or performance offered by one party to another that is basically invisible. ഇവിടെ പറയുകയാണെങ്കിൽ എന്താണ്? സർവീസ്, ഹോസ്പിറ്റലിൽ നിന്ന് സർവീസുകൾ ഓഫർ ചെയ്യുന്നത്. ആ സർവീസിനെ നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ്? ഒരു ആക്ട് ആണെന്ന് പറയാൻ പറ്റും അല്ലെ? ഒരു പ്രവൃത്തിയാണെന്ന് പറയാം. അതുപോലെ തന്നെ പെർഫോമൻസ് അല്ലെ? ഒരു പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ പെർഫോമൻസ് നമുക്കൊരു പ്രകടനമാണെന്ന് പറയാൻ പറ്റും. സർവീസ് എന്ന് പറയുന്നത് ഒരു ആക്ട് ആവാം, അല്ലെങ്കിൽ എന്താണ്? ഒരു പെർഫോമൻസ് ആണ് അല്ലെ? ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിക്ക് കൊടുക്കുന്ന തരത്തിലുള്ളൊരു പെർഫോമൻസ് ആവാം, അല്ലെങ്കിൽ ഒരു ആക്ട് ആണ് സർവീസ് എന്ന് പറഞ്ഞാല്. ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഒരു പ്രകടനമാണ്. ഓക്കെ, നമുക്ക് ഈ സർവീസ് നമുക്ക് കാണാനായിട്ട് പറ്റുമോ? കാണാൻ പറ്റുമോ സർവീസ് എന്ന് പറയുന്നത്? കാണാൻ പറ്റുമോ? ഇല്ല. പകരം എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? സർവീസ് നമുക്ക് കാണാൻ പറ്റില്ല. വെരി ഗുഡ്. ഫീൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലെ? ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ? സർവീസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻവിസിബിൾ ആണ്, കാണാൻ പറ്റില്ല, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ. ഇനി അല്ലാത്ത പക്ഷം ഒരു ബുക്സ് ആണെങ്കിലോ? ഓക്കെ, എന്താണ്? ഇതെന്താ? കാണുന്നുണ്ടോ? എന്താണത്?
മനസ്സിലായത് എന്താണെന്ന്? ആ ഇതെന്താ റിമോട്ട് അല്ലേ? നമ്മള് ഫാൻ എന്തൊക്കെ റിമോട്ട് ആണ് ഇവിടെ. ഓക്കെ, ആ റിമോട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഓക്കെ, പകരം ഇപ്പോ എന്താ ഇത് മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഗുഡ്സ് ആണ് അല്ലെ? ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അത് നമുക്ക് തൊട്ട് നോക്കാം, അതുപോലെ തന്നെ നമുക്കത് നോക്കാം, അതുപോലെ തന്നെ കാണാനായിട്ട് പറ്റും. ഓക്കെ, സർവീസ് ആവുമ്പോൾ നമുക്ക് എന്താണ് ഫീല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടേ പറ്റൂ, കാണാനായിട്ട് ചെയ്യാം. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ? ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാല് പലതരത്തിലുള്ള രോഗത്തെ സുഖപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഒരു സർവീസ് ഇൻഡസ്ട്രി ആണെന്ന് പറയാൻ പറ്റും. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരു സർവീസ് ആയതുകൊണ്ട് തന്നെ ഒരു സർവീസ് ഇൻഡസ്ട്രി ആണ്. അവിടെ ഓഫർ ചെയ്തത് എന്താണ്? ഒരു കൂട്ടം ഗാലക്സി ഓഫ് സർവീസ് ആണ് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കൂട്ടം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സർവീസ് ആണ് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ അവിടെ വൈഡ് റേഞ്ച് ഓഫ് ഹോസ്പിറ്റൽ ഓഫർ എ വൈഡ് റേഞ്ച് ഓഫ് സർവീസസ്. ഹോസ്പിറ്റലിന് വൈഡ് റേഞ്ച് ഓഫ് സർവീസസുകളാണ് ഓഫർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ, റീഹാബിലിറ്റേറ്റീവ് സർവീസസ്, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, പിന്നെന്താ സർജറിയുമായിട്ട്, അങ്ങനെ പലതരത്തിൽ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള സർവീസസുകളാണ് ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോ സർവീസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒരു ആക്ട് ആയിട്ട് പറയാൻ പറ്റും, അതുപോലെ പെർഫോമൻസ് ആയിട്ട് പറയാൻ പറ്റും അല്ലെ? ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു പ്രകടനമാണെന്ന് പറയാൻ പറ്റും അല്ലെ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഓഫർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഒരു പ്രകടനമാണ് നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റില്ല, പകരം എന്താണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഫീൽ ചെയ്യാനായിട്ടേ പറ്റുള്ളൂ. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഈസി ആയതുകൊണ്ടാണ് കൺസെപ്റ്റ് മനസ്സിലാക്കി എഴുതാനായിട്ട് ഇത്തിരി ചിലപ്പോ ബോറടിക്കാം, ഉറക്കം വരാം ചെയ്തുകൊണ്ടല്ലേ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിക്കാം പാരഗ്രാഫ്. ഞാൻ വായിക്കാൻ പറഞ്ഞതാണ്, ക്ലാസ് ഞാൻ എടുക്കുന്നില്ല, വായിക്കാനാണ് പറഞ്ഞത്. സുലേഷൻ ഇപ്പൊ കയറിയിട്ടുള്ളോ? പാരഗ്രാഫ് ഞാൻ എടുത്തു കഴിഞ്ഞു, അത് വായിക്കാൻ ജസ്റ്റ് ഒന്ന് വായിക്കാനാ പറഞ്ഞത്. വായിക്കാൻ സമയം തന്നതാണ് കേട്ടോ.
അയച്ചു കഴിഞ്ഞു ആൽവിൻ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കാം. PG ക്ലാസ്സിൽ കയറുമ്പോ നേരത്തെ ടൈമിൽ കയറാട്ടോ, അല്ലെങ്കിൽ പറയുന്നതൊന്നും മനസ്സിലാവില്ല. ഇപ്പോ ഇത് ഇത്തിരി സിമ്പിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വരുന്ന ഭാഗങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കറക്റ്റ് ആയിട്ട് കയറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചിലപ്പോ പകുതി ഭാഗം കേട്ടിട്ടുണ്ടാവില്ല, നമ്മൾ പറയുന്നതൊന്നും ക്ലിയർ ആവില്ല. ആകെ ഇത്തിരി ഞാൻ പറയാം, ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട്. മൊഡ്യൂൾസ് ആയാലും മൊഡ്യൂൾസ് ചിലപ്പോ കുഴപ്പമുണ്ടാവില്ല. എന്റെ ഭാഗം ഇത്തിരി എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഫിഫ്ത് മൊഡ്യൂള്, സിക്സ്ത് മൊഡ്യൂളൊക്കെ വരുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതാണ് പറയുന്നത്, കൃത്യസമയത്ത് കയറാം, കൃത്യസമയത്ത് ഒരു ക്ലാസ് കണ്ടിട്ട് അടുത്ത ക്ലാസ്സിൽ ഇരിക്കാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് കൃത്യമായിട്ട് ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക. എക്സാമ്പിൾ വൈസ് പറഞ്ഞാലും അതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. പെട്ടെന്ന് നമുക്ക് എക്സാമിനൊക്കെ അത് വളരെ എന്താ എളുപ്പമായിരിക്കും വെച്ച് കണക്ട് ചെയ്തൊക്കെ പഠിക്കാനായിട്ട്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാട്ടോ. മെൻഷൻഡ് എന്നല്ലേ നിങ്ങളുടെ ഇതില് PDF കൊടുത്തിരിക്കുന്ന? സ്റ്റാർട്ടഡ് എന്നല്ലല്ലോ സെക്കൻഡ് പാരഗ്രാഫില്? ഓക്കെ അല്ലേ? Before, a hospital provides a galaxy of services, and the recipient of the services or the beneficiary of the service being the patients. എന്താണ് ഇതില് എന്താ റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെസിപ്പിയന്റ് മീനിങ് recipient, as mentioned before, a hospital provides a galaxy of services. സ്വീകരിക്കുക അല്ലെങ്കിൽ സ്വീകർത്താവ്, സ്വീകരിക്കുന്ന ആളല്ലേ സ്വീകർത്താവ്. Recipient means സ്വീകർത്താവ്. ഒന്നുകൂടി വായിക്കാം. As mentioned before, a hospital provides a galaxy of services, and the recipient of the service or the beneficiary of the services being patient. നമുക്കറിയാം ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കൂട്ടം സർവീസസ് ആണ്. എന്താണ് വലുതും ചെറുതുമായിട്ടുള്ള നമ്മൾ പറഞ്ഞു അല്ലെ, സർജിക്കൽ പരമായിട്ടും അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സർവീസസുകള്, ഡയഗ്നോസിസ് സർവീസസുകള്, ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഫെസിലിറ്റീസുകള്, രോഗനിർണയത്തിന് പല ഫെസിലിറ്റീസുകളും പല ടെക്നോളജീസുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഹോസ്പിറ്റലിൽ ഓഫർ ചെയ്യുന്ന സർവീസില് ഒരു ഗുണം കിട്ടുന്ന ആള് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റുമോ? ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസില് സ്വീകർത്താവ് അല്ലെങ്കിൽ ഗുണം കിട്ടുന്ന ആള് എന്ന് പറയുന്നത് ആരായിരിക്കാം? വെരി ഗുഡ്, പേഷ്യൻസ് ആണ് അല്ലെ? നമുക്ക് തീർച്ചയായിട്ടും ഒന്നും ആലോചിക്കാതെ പറയാൻ പറ്റും അല്ലെ, പേഷ്യൻസിനാണ് ഗുണം കിട്ടുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിനാണ് അവിടെയുള്ള എല്ലാ സർവീസുകളും ഓഫർ ചെയ്യുന്നത് അല്ലെ. എന്ത് ചെറിയ രോഗം വന്നാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബെറ്റർ സർവീസുകളാണ് ഹോസ്പിറ്റലുകളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്ന സർവീസുകളുടെ സ്വീകർത്താവ് റെസിപ്പിയന്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. ഇനി എന്താ പറയുന്നത്? True services and the recipient of the services are patient. നമുക്കറിയാം എന്താണ് സ്വീകർത്താവ് അല്ലെ, അല്ലെങ്കിൽ ആ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ എന്താണ്? ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാലും റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ആരായിരിക്കാം ബെനിഫിഷ്യറി? ബെനിഫിഷ്യറി ഒക്കെ മീനിങ് ബെനിഫിഷ്യറി ആരായിരിക്കും? അതിന്റെ മീനിങ് എന്താ? ഗുണഭോക്താവ് അല്ലെ. ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാല്
ഗുണഭോക്താവ്. അപ്പൊ എന്താണ് ഗുണം കിട്ടുന്ന ആള് അല്ലെങ്കിൽ ഗുണഭോക്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആര് തന്നെയാ? ആരാ? പേഷ്യന്റ് ആണ് അല്ലെ? അപ്പോ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ട്രൂ സർവീസ്, നല്ല രീതിയിലുള്ള സർവീസ് കിട്ടുന്ന സ്വീകരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാലും ഗുണഭോക്താവ് എന്ന് പറഞ്ഞാലും ആരാണ്? പേഷ്യന്റ് ആണ്. True service begins where nothing is expected in return. നമ്മൾ കൊടുക്കുന്ന സർവീസ് നല്ലൊരു സർവീസ് ആണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് നമ്മൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു സർവീസ് ചെയ്ത ഒരാൾക്ക് ഒരു സേവനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് വല്ലതും എക്സ്പെക്ട് ചെയ്തിട്ടാണോ നമ്മളത് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോ നിങ്ങൾ എങ്ങനെയാ ചെയ്യാറ്? തിരികെ പ്രതീക്ഷിക്കാതെ അല്ലെ? പ്രതീക്ഷിക്കാതെ വേണം ചെയ്തു കൊടുക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്, പക്ഷെ നമ്മുടെ കടമ നമ്മൾ ചെയ്യുക പറയാറുണ്ടല്ലേ? ഇപ്പൊ എന്താ ഞാനിപ്പോ നിനക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടല്ലേ? അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോ എന്റെ പ്രതീക്ഷ എന്തായിരിക്കും? നിങ്ങള് സാറിനോട് പറയും നല്ല ക്ലാസ് ആണ്, അല്ലെങ്കിൽ ആ ടീച്ചർ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ ഞാൻ എന്റെ കടമയാണ് ചെയ്യുന്നത് അല്ലെ? ആണോ? നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ ഞാൻ ചെയ്യുന്നത്? എന്റെ കടമയാണല്ലേ ഞാൻ ചെയ്യുന്നത്, ഒരു സർവീസ് ആണല്ലേ? അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകാരും എന്താണ്, തിരിച്ചൊന്നും രോഗികൾക്ക് നമ്മൾ നല്ല രീതിയിലുള്ള സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ എന്താണ്, അവരിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വേണം ചെയ്തു കൊടുക്കാനായിട്ട്. നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ കടമ എന്താണോ അത് നമ്മൾ ചെയ്തു കൊടുക്കാം. ഓക്കെ, നിങ്ങളിലായാലും നിങ്ങൾ ആർക്കെങ്കിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ നല്ല എന്താണ് നിങ്ങളെ പൊക്കി പറയാതെ നിങ്ങൾ വിചാരിക്കും എന്താണ് അവർക്ക് ചെയ്ത് കൊടുക്കുമ്പോ എന്തെങ്കിലും എന്താ പറയുമോ അല്ലെ, മറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിക്കാം എന്നൊക്കെ പറയും. പക്ഷെ വിചാരിക്കും അല്ലെ, നിങ്ങൾ എന്താണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വേണം മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് ആരായാലും എന്തായാലും അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നും നമുക്ക് അല്ലെ മറുപടി ഒന്നും കിട്ടില്ല. ഓക്കെ, അല്ല എക്സ്പീരിയൻസ് പലർക്കും ഉണ്ടാവും അല്ലെ, പല രീതിയിലും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇറ്റ് ക്യാൻ ബി ഐദർ ഫെൽറ്റ് ഓർ എക്സ്പീരിയൻസ്ഡ്. അപ്പൊ എന്താണ് അത് നമുക്ക് എന്താണ് നല്ല രീതിയിൽ നമുക്ക് എന്താണ് നല്ലൊരു സർവീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ? നമുക്ക് സന്തോഷം കിട്ടില്ല ഒരാൾക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അയാൾക്ക് എന്താണ് ഒരു നന്മ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് അയാൾക്ക് ഒരു സന്തോഷം വരുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്താണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ അല്ലെ? പറ്റുമോ നമുക്ക്? തീർച്ചയായിട്ടും അല്ലെ. ആ കാര്യം ചെയ്ത് അയാളുടെ ചിലപ്പോ മുഖത്തുനിന്ന് ഒരു പുഞ്ചിരി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു എന്താ പറയാ അല്ലെ, മറ്റുള്ളവർ ചിലപ്പോ പറയാം നിന്നെ അടക്കി തന്നു കേട്ടോ, അല്ലെങ്കിൽ ഇത്ര പൈസ തന്നു, അല്ലെങ്കിൽ ചിലപ്പോ എന്താണ് പൈസ ചിലപ്പോ അമ്മമാരടുത്തോ അമ്മമാരടുത്തൊന്നും പൈസ ഇല്ലെങ്കിൽ ചായ കുടിക്കാനായിട്ട് പൈസ എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു സന്തോഷമായിരിക്കും അല്ലെ, നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു അല്ലെ? ഓക്കെ, അപ്പൊ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അല്ലെ നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. നല്ലൊരു സർവീസിൽ നിന്നാണ് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ഇനി എന്താ, കെയറിംഗ് എ person with a smile is considered to be services. നമ്മളൊരു സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് വേണം ആളുകളെ കെയർ ചെയ്യാനായിട്ട്. അതാണ് ഒരു സർവീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ അല്ലെ ചെല്ലുമ്പോഴത്തേനും എന്താണ് നമ്മൾ ചോദിക്കും, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഒരു എന്താണ് സ്റ്റാഫ് നിൽക്കുന്നുണ്ടാവും അല്ലെ? ആ സ്റ്റാഫ് നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടാണോ സംസാരിക്കാം, എന്തെങ്കിലും വന്നു അങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല അല്ലെ, പുഞ്ചിരിയോട് കൂടിയിട്ട് നമ്മളോട് ചോദിക്കാം ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് അല്ലെ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോ അവര് പറഞ്ഞു തരും റിസപ്ഷൻ ആണ്, രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാല് റൈറ്റിലോട്ടാണ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചൊക്കെ തരും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത്. ഈ ലാബ് നമുക്ക് അറിയില്ലെങ്കിൽ ലാബ് ഏത് ഭാഗത്താണെന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ? അപ്പോ ഒരു ഗുഡ് സർവീസ്, നല്ലൊരു സർവീസ് എന്ന് പറയുന്നത് എന്താണ്, നല്ലൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് വേണം ആളുകളെ കെയർ ചെയ്യാൻ. കെയർ ചെയ്യുന്നതാണ് ഒരു നല്ലൊരു ഗുഡ് സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ എവിടെ ചെന്നാലും ആളുകളെ നമ്മള് എന്ത് ചെയ്യണം, നമുക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പുഞ്ചിരി മതി എന്ന് പറയാറുണ്ടല്ലേ? പറയാറുണ്ടോ നിങ്ങള്?
ഓക്കെ. അപ്പൊ അങ്ങനെ നല്ല രീതിയിലുള്ളൊരു നമുക്കറിയാം എവിടെ ചെന്നാലും ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നാലും അവിടെ ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ടാവും വാതിലൊക്കെ ഇങ്ങനെ തുറന്നു തരാനായിട്ട് അല്ലെ, ഓപ്പൺ ആക്കി തരാനായിട്ട്. ഒരു പറയും ഏത് സെക്ഷനിലേക്കാ, ഏതാണ് ഏത് ഡ്രസ്സാണ് അല്ലെ, പുഞ്ചിരിയോട് കൂടിയിട്ടാണ്. നമുക്കറിയാം അവിടേക്ക് ഒരു ശരിക്കും പറഞ്ഞ തന്ത്രമാണെന്ന് കൂടി പറയാൻ പറ്റില്ലേ. നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്തില്ലെങ്കിൽ ആ ഷോപ്പിലേക്ക് അവർ കയറുക. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ നമ്മൾ കുറെ പ്രോബ്ലംസ് ആയാലും ഔട്ട് പേഷ്യന്റിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ജനറൽ പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടാവും. അപ്പൊ എന്താണ്, നല്ല രീതിയിൽ ബിഹേവ് ചെയ്തില്ലെങ്കിൽ അവിടെ പേഷ്യന്റ് വരില്ല. അപ്പൊ നല്ലൊരു സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ോട് കൂടിയിട്ട് വേണം നമ്മള് രോഗികളെ കെയർ ചെയ്യാൻ. അപ്പൊ അതാണ് ഗുഡ് സർവീസ് എന്ന് പറയുന്നത്. സർവീസ് ഷുഡ് ഹാവ് സർട്ടൻ ക്വാളിറ്റീസ്. സർവീസിൽ എന്താണ്, സർട്ടൻ ക്വാളിറ്റീസ് ഉണ്ട്. പിന്നെ ആ ക്വാളിറ്റീസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. അതിനു മുൻപ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മളിപ്പോ 2 പാരഗ്രാഫ് എടുത്ത് കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ സോറി കാണുന്നില്ല ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. മറന്നുപോയി, മഞ്ചിന് വിട്ടുപോയിട്ടോ. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അയച്ചു കഴിഞ്ഞോ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര്? ഓക്കെ. ഇനി നമ്മള് ക്വാളിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, നോക്കാം. ക്വാളിറ്റീസ് ഓഫ് സർവീസസ്. Every act and performance is not considered as services. എന്താണ്, എല്ലാ പ്രവൃത്തികളും അതുപോലെ തന്നെ എല്ലാ പ്രകടനങ്ങളും അല്ലെ, ആക്റ്റും പെർഫോമൻസ് നമുക്ക് സർവീസ് ആയിട്ട്, സേവനങ്ങളായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സർവീസ് ഷുഡ് ഹാവ് അഷ്വേർഡ് ക്വാളിറ്റീസ്. സർവീസിന് എന്തുണ്ട്, സർവീസിന് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. Service to be spontaneous without expecting anything. എന്താണ് spontaneous എന്ന് പറഞ്ഞാല്? എന്താണ് spontaneous? Spontaneous എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വമേധയാ.
സ്വമേധയാ ഉള്ള. ഓക്കെ, അപ്പൊ എന്താണ് സർവീസ് ടു ബി സ്പോണ്ടേനിയസ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യുന്നതാവണം സർവീസ് എന്ന് പറഞ്ഞാൽ. നേരത്തെ പഠിച്ചില്ല പാരഗ്രാഫില്, നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ കൊടുക്കുന്ന ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാകണം സർവീസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സർവീസ് ഷുഡ് ബി വോളണ്ടറി വിത്തൗട്ട് എനി ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാലും എന്താണ് ബാധ്യത, എന്താണ് ബാധ്യതകളൊന്നും ബാധ്യതകളൊന്നും ഇല്ലാതെ ഒരു സ്വമേധയാ ചെയ്യുന്ന ഒരു കാര്യം. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ് സ്വമേധയാ. നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് സ്വമേധയാ ചെയ്യുന്ന കാര്യമായിരിക്കണം. പിന്നെ എന്താണ് പറഞ്ഞ പോയിന്റ് സെയിം തന്നെയാണ് അതിന്റെ കൺസെപ്റ്റ് വരുന്നത്. പിന്നെ നോക്കിയേ, സർവീസ് ഈസ് ആൻ ആർട്ട്, ഹെൻസ് ദ എൻഡ് കസ്റ്റമർ ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പൊ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കലയാണ്, ആർട്ടാണ് അല്ലെ, ആർട്ടാണ്. ഹെൻസ് ദ എൻഡ് കസ്റ്റമർ ഈസ് സാറ്റിസ്ഫൈഡ്. എന്തായിരിക്കണം കസ്റ്റമർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസ് ആയി കഴിഞ്ഞാല് കസ്റ്റമർ എന്തായിരിക്കണം, എന്തായിരിക്കണം സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെ, സംതൃപ്തി ഉണ്ടാവണം. നമ്മൾ എന്ത് കാര്യമാണോ പേഷ്യൻസിനായാലും ഏതൊരു കസ്റ്റമേഴ്സിനായാലും ചെയ്തു കൊടുക്കുന്നത്, ആ ചെയ്തു കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് എന്തുണ്ടാവണം സാറ്റിസ്ഫൈഡ് അല്ലെ, അവന് സാറ്റിസ്ഫൈഡ് ആവണം. പിന്നെന്താ കെയറിംഗ് വിത്ത് എ പ്ലസന്റ് സ്മൈൽ സർവീസസ്. നമ്മൾ പറഞ്ഞത് അല്ലെ, ഒരു സ്മൈല് അല്ലെ, ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് വേണം നമ്മൾ കെയർ ചെയ്ത് കൊടുക്കാനായിട്ട്. രോഗികളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ എന്താണ് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ എന്താണ് എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും രോഗികൾക്ക്. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാതെ, അവരുടെ നീഡ്സ്, വാണ്ട്സ്, റിക്വയർമെന്റ്സ് ഒക്കെ മനസ്സിലാക്കാതെ നമ്മൾ പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില രോഗികൾ എന്താണ് ആ സർവീസ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഡിസ്ചാർജ് ആയി പോവാനായിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിനെതിരായിട്ടും മറ്റുള്ളവരോട് പറയാനായിട്ടും ശ്രമിക്കുന്നവരൊക്കെ അവിടെ പോയിട്ട് ഒരു കാര്യമില്ല, പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത് ചീത്തയായിട്ടാണ്, അതുപോലെ തന്നെ അവര് നല്ല രീതിയിലുള്ള കെയറിങ് നൽകുന്നില്ല. അപ്പൊ എന്താണ് മറ്റുള്ളവർ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് തയ്യാറാകില്ല. അപ്പൊ അതാണ് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാല് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് രോഗികളെ കേൾക്കാനായിട്ട്, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാവണം. പുഞ്ചിരിയോട് കൂടിയിട്ട് വേണം കെയർ ചെയ്യാനായിട്ട്. പിന്നെന്താണ് കെയറിംഗ് എ പേഴ്സൺ വെൻ എവർ there is a need. ഇനി എന്താണ് നമ്മൾ പറഞ്ഞു അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അല്ലെ, ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അവരെ കെയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സർവീസിന്റെ ക്വാളിറ്റീസിൽ വരുന്നത് കേട്ടോ. എന്തൊക്കെയാണ് സർവീസ് ടു ബി സ്പോണ്ടേനിയസ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്, സർവീസ് ഷുഡ് ബി വോളണ്ടറി വിത്തൗട്ട് എനി ഒബ്ലിഗേഷൻ, സർവീസ് ഈസ് ആൻ ആർട്ട്, ഹെൻസ് ദ എൻഡ് customer is satisfied, caring with a pleasant smile is the service, caring a person whenever there is a need. ഇനി എന്താണ് ചെറിയൊരു പാരഗ്രാഫ് കൂടി കൊടുത്തിട്ടുണ്ട് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ. ഐഡിയ കിട്ടുന്നില്ലേ? എന്തായിരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല്? നോൺ മെഡിക്കൽ സ്റ്റാഫ്. ഓക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിൽ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ, റേഡിയോളജി, ENT, ഓർത്തോ, പീഡിയാട്രിക്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ഇവര് ഫോളോ ചെയ്യുന്ന റൂൾസ് സെയിം ആയിരിക്കും? ഓരോ ഡിപ്പാർട്ട്മെന്റും ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് പോളിസീസ്, ഗൈഡ് ലൈൻസ് ഇല്ല. ആരായിരിക്കും എഴുതി റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്?
അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആയിരിക്കും അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും പല റൂൾസ് ആൻഡ് പോളിസീസ് ആയിരിക്കും. അതിലൂടെ പോകുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ആരാണ് നോക്കേണ്ടത്, നോക്കി ഉറപ്പുവരുത്തേണ്ടതും റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നതും അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് കേട്ടോ. ഓക്കെ. Hospital administration is responsible for supporting the medical industry. അല്ലെ, നമുക്കറിയാം പല പല ഡിപ്പാർട്ട്മെന്റിലും പല മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്. അവരൊക്കെ ഒരുമിച്ച് ചേർത്ത് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുന്നതും ആരാണ്? സ്വീകരിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതും എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡൻസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതും പറഞ്ഞു കൊടുക്കുന്നത് ആരായിരിക്കും? ഈ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. കുറെ കാര്യങ്ങൾ നമ്മുടെ ഡിപ്ലോമയിലെ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി എൻഷുർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും അല്ലെ എപ്പോഴും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്. ഉറപ്പുവരുത്തുന്നുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അവര് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഈ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ടതാണ്. മെഡിക്കൽ ഇൻഡസ്ട്രീനെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഏരിയ ആണ്. ഹോസ്പിറ്റലിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഏരിയ ആണ് അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറയുന്നത്. He has to care of doctors, nurse, other paramedical staff, patients, other employees, and all the stakeholders. എന്താണ് ഇവരൊക്കെ കെയർ ചെയ്യുന്ന ഡ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി ആണ്. ആരൊക്കെയാണ് കെയർ ചെയ്യുന്നത്? ഡോക്ടേഴ്സിനെ, നഴ്സുമാരെ, പാരാമെഡിക്കൽ സ്റ്റാഫ് അല്ലെ. പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ആരായിരിക്കും പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്? ആരായിരിക്കും പാരാമെഡിക്കൽ സ്റ്റാഫ്? ഫാർമസി സ്റ്റാഫ്. ഓക്കെ. എന്താണ് പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോ ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും അസിസ്റ്റ് ചെയ്യുന്ന ഓക്കെ ലാബ് അല്ലെ, ലാബ് ടെക്നീഷ്യൻസ്, എക്സ്റേ ടെക്നീഷ്യൻസ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്, അതൊക്കെയാണ് പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഡോക്ടർമാരെയും അതെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഡോക്ടേഴ്സിനെയും നഴ്സിനെയും അസിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ. സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ, അവരെയാണ് പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. പാരാമെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, പേഷ്യൻസ്, അതുപോലെ അതർ എംപ്ലോയീസ് അല്ലെ, മെഡിക്കലും നോൺ മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവുമല്ലോ അവര്, അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇവരെയൊക്കെ കെയർ ചെയ്യുക എന്നതാണ് അഡ്മിനിസ്ട്രേറ്ററുടെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ക്ലിയർ ആണോ? വായിച്ചു നോക്കാട്ടോ. ക്വാളിറ്റീസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? എല്ലാ കാര്യങ്ങളും നമുക്ക് സർവീസ് ആയിട്ട് നമുക്ക് എന്താണ് പരിഗണിക്കാനായിട്ട് പറ്റില്ല അല്ലെ. ഓരോ ആക്ടിവിറ്റും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ, ഈ പെർഫോമൻസുകൾ നമുക്ക് സർവീസ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. സർവീസിന്റെ ക്വാളിറ്റീസ് ആണ് നമ്മൾ ഒരു 5 എണ്ണം പറഞ്ഞത്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മെഡിക്കൽ ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് മെഡിക്കൽ ഇൻഡസ്ട്രീസിൽ വരുന്നത്? എന്താണ് ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, പേഷ്യന്റ് ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ എംപ്ലോയീസ്, അതർ എംപ്ലോയീസ് അല്ലെ, മെഡിക്കൽ ആയിട്ടുള്ളത് നോൺ മെഡിക്കൽ ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാകും, അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇത്തരം പേരാണ് ഇന്ത്യയിൽ വരുന്നത്, മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ വരുന്നത്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ. വായിച്ചു നോക്കാം കേട്ടോ. ഇത്രയും വരെ കിട്ടുന്നുള്ളൂ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ബോറിംഗ് ആണോ PT ക്ലാസ്? എങ്ങനെയുണ്ട്? ഇങ്ങനെ എടുത്താൽ മതിയോ? 16 ബാച്ച് സ്റ്റുഡൻസ്
എന്തെങ്കിലും മാറ്റം വരുത്തണോ ക്ലാസ്സില്? ഓക്കെ ആണോ എല്ലാവർക്കും? വേണ്ട? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണല്ലേ? ഓക്കെ, 14-കാർക്കും 15-കാർക്കും മിസ് തന്നെ അറിയാം, അതുകൊണ്ട് ഞാൻ അവിടെ ചോദിക്കുകയില്ല. 16 ബാച്ച് എന്തെങ്കിലും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അതാണ്. ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്ത് പോവാട്ടോ. മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. മോക്ക് ടെസ്റ്റ് തരാം കേട്ടോ. മോക്ക് ടെസ്റ്റ് എന്തായാലും ചെയ്ത് നോക്കാം. അത് തന്നെ, കറക്റ്റ് ടൈമിന് കയറണം ശ്രീലക്ഷ്മി. കറക്റ്റ് ടൈമിന് കയറാട്ടോ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണോ? പറഞ്ഞത് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമുക്ക് അത് ഫോളോ ചെയ്ത് പോകാനായിട്ട് ഇതിന് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, കറക്റ്റ് ടൈമിന് കയറാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.